ഹായ് ഫ്രണ്ട്സ്, ഇൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ത്രെഡും ബീഡ്സൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ് കേട്ടോ കാണിക്കുന്നത്. നല്ലൊരു ബോക്സ് നെക്കിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്ക് വന്നേക്കുന്നതും ബോക്സാണ്, അതിൻ്റെ താഴെ നമ്മൾ വർക്ക് ചെയ്യുന്നതും ഒരു ബോക്സ് പാറ്റേണിലാണ് കേട്ടോ. അപ്പോൾ വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ഞാൻ ഇതിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബോക്സ് നെക്കാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ താഴത്തായിട്ട് നമ്മളിവിടെ 2 ലൈൻ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് ചെറിയ റൗണ്ട്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മേളിലും താഴത്തും വരുന്ന ലൈനിൽ നമ്മൾ വൈറ്റ് കളർ കട്ട് ബീഡ്സ് ആണ് വെക്കുന്നത്. അതായത് ഈ 2 ലൈനിലും നമ്മൾ വൈറ്റ് കളർ കട്ട് ബീഡ്സ് സ്ട്രൈറ്റ് ആയിട്ട് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് പോകുന്നുണ്ട്. ഈ ചെറിയ റൗണ്ട് കൊടുത്തേക്കുന്നത് നമുക്ക് വൈറ്റ് കളർ പേൾസ് വെക്കേണ്ടതാണ് കേട്ടോ. അതിൻ്റെ താഴത്തായിട്ട് നമ്മൾ ചെറിയൊരു കർവ് പോലെ നമ്മളൊരു സ്റ്റെമ്മും ലീവ്സും വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൻറ്റി കളർ ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് സ്റ്റെംസും ലീവ്സും ചെയ്യുന്നത്. ഈ വലിയ വലിയ റൗണ്ട്സ് വന്നിരിക്കുന്ന പോർഷൻസിൽ നമുക്ക് സെൻറ്ററിലൊരു ഫ്രഞ്ച് നോട്ട് ഫ്ലവറും ചുറ്റിനും നമുക്ക് റിംഗ് നോട്ട് ഫ്ലവറാണ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതേ പാറ്റേൺ തന്നെയാണ് താഴത്തും വന്നിരിക്കുന്നത്. ഇതുപോലെ 3 ലൈനിലായിട്ടാണ് താഴെ കൊടുത്തേക്കുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ കട്ട് ബീഡും വൈറ്റ് കളർ ബീഡും വെക്കുന്നത് പോലെ തന്നെ 3 ലൈനിലാണ് ചെയ്തേക്കുന്നത്. നമ്മുടെ ലീവ്സും ബ്രാഞ്ചസും ഫ്ലവേഴ്സും വരുന്നത് ഈ 2 സൈഡിൽ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. കറക്റ്റായിട്ട് ഞാൻ ഇതിൽ തന്നെ പറഞ്ഞു തരുവാണേ. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത് കറക്റ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ ഇതുപോലെ നമ്മുടെ മെറ്റീരിയലിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മുടെ മെറ്റീരിയലിൽ ഞാൻ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ലൈനിലും കണ്ടല്ലോ, ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് റെഡ് കളർ പെൻസിലിട്ട് വരച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 2 ലൈനിൽ നമുക്ക് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് വൈറ്റ് കളർ കട്ട് ബീഡ്സ് വെച്ച് പോരണം. ഇടയ്ക്ക് വരുന്ന ഈ ഒരു ഭാഗത്ത് നമുക്ക് വൈറ്റ് കളർ പേൾസ് വെക്കണം. ഈ റൗണ്ടഡ് പോർഷനിലൊക്കെ നമുക്ക് റിംഗ് നോട്ട് ഫ്ലവേഴ്സും സ്റ്റെംസും ലീവ്സും ആൻറ്റി കളർ ഷുഗർ ബീഡ്സ് ആണ് കേട്ടോ. 4 ഷുഗർ ബീഡ് വെച്ചിട്ട് നമുക്ക് ലീവ്സ് ചെയ്ത് പോരേണ്ടത്. ഒരു 3 ഷുഗർ ബീഡ് വെച്ച് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് നമുക്ക് സ്റ്റെംസും ചെയ്ത് പോരാം. ഇതാണ് നമ്മുടെ കറക്റ്റ് പാറ്റേൺ വരുന്നത്. ഞാൻ എടുത്തേക്കുന്നത് എൻ്റെ നെക്ക് എന്ന് പറയുമ്പോൾ നെക്ക് വിഡ്ത്ത് 6 ഇഞ്ചും നെക്ക് ലെങ്ത് 5.5 ഇഞ്ചുമാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ബോക്സ് നെക്കായാലും റൗണ്ട് ആയാലും ഈ ഒരു കറക്റ്റ് ലെങ്താണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പാറ്റേൺ കണ്ടല്ലോ. നമുക്കിനി എന്തൊക്കെ മെറ്റീരിയൽസാണ് ആവശ്യം നോക്കാവേ. അപ്പോൾ നമ്മൾ 2 കളർ ഫ്ലവേഴ്സ് ആണ് ചെയ്യുന്നത് കേട്ടോ. ലൈറ്റ് പിങ്ക് ത്രെഡും ഡാർക്ക് മെജന്തയും വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലവർ ചെയ്യാനായിട്ട് നമുക്ക് ഹോൾ വലിപ്പമുള്ളൊരു നീഡിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഹോൾ വലിപ്പമുള്ളൊരു നീഡിലും എടുത്തിട്ടുണ്ട് ത്രെഡ് വർക്ക് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ബീഡ്സ് വർക്ക് ചെയ്യാനായിട്ട് നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. നീഡിലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ട്. ബിഗിനേഴ്സ് ഒന്ന് കയറി കണ്ട് നോക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് 2 ടൈപ്പ് ബീഡ്സ് ആണ് കേട്ടോ. വൈറ്റ് കളർ കട്ട് ബീഡ്സ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, 2 സൈഡിലെ ലൈൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ് ഈ വൈറ്റ് കളർ കട്ട് ബീഡ്സ് വേണ്ടത്. അതിൻ്റെ മിഡിൽ പോർഷനിൽ കൊടുക്കാനായിട്ട് വൈറ്റ് കളർ നോർമൽ ബീഡ്സ് ആണ് എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ലീവ്സും സ്റ്റെംസും ചെയ്യാനായിട്ട് ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സ് ആണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ഇത് വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ത്രെഡ് എന്ന് പറയുമ്പോൾ നോർമൽ സ്വിങ് ത്രെഡാണ് കേട്ടോ. നോർമലി നമ്മൾ തയ്ക്കാൻ ഉപയോഗിക്കുന്ന സ്വിങ് ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽ വെച്ച് നമുക്ക് ഈ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് തന്നെ ഞാൻ ഡീറ്റെയിലിംഗ് പറഞ്ഞു തന്നത് മനസ്സിലാവാനായിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം.
ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ 3 ലെയറിലായിട്ട് കട്ട് ബീഡും വൈറ്റ് കളർ ബീഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് കട്ട് ബീഡ് കൊടുത്തു, പിന്നെ വൈറ്റ് കളർ ബീഡ് കൊടുത്തു, വീണ്ടും കട്ട് ബീഡ്. അതുപോലെ തന്നെയാണ് ഈ ബാക്കി 2 ലൈനിലും ചെയ്തെടുക്കേണ്ടത്. നമ്മളിവിടെ കർവ് പോലെ സ്റ്റെം ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ് വെച്ചിട്ട് നമുക്ക് സ്റ്റെം ചെയ്ത് പോരാം. ലീവ്സ് ചെയ്യുമ്പോൾ 4 ഷുഗർ ബീഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്ത് പോരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്ലവേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കുറച്ച് ലീവ്സൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ റൗണ്ടഡ് പോർഷൻ ഇല്ലേ, താഴത്ത് മേളിലായിട്ട് കുറച്ച് റൗണ്ടഡ് പോർഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് റിംഗ് നോട്ട് ഫ്ലവേഴ്സ് ചെയ്യാം കേട്ടോ. ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സെൻറ്ററിൽ ഒരു ഫ്രഞ്ച് നോട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അതിനെ കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ റിംഗ് നോട്ട് ചെയ്യുന്നെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റിംഗ് നോട്ട് ഫ്ലവേഴ്സ് ഫുള്ളും ചെയ്തെടുത്തിട്ടുണ്ട്. താഴത്ത് ഫുള്ളും ലൈറ്റ് പിങ്കും മേളിൽ ഡാർക്ക് പിങ്കും ചെയ്തേക്കുന്നത് കേട്ടോ. ഇതുപോലെ തന്നെയാണ് നമ്മൾ താഴത്തെ പോർഷനിലും ഇതേ സെയിം വർക്കും ബ്രാഞ്ചസും ലീവ്സും ഫ്ലവേഴ്സാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ബോക്സ് നെക്കാണ്. ബോക്സ് നെക്കിൻ്റെ താഴത്തും ഇതുപോലെ അതേ കറക്റ്റ് ഷേപ്പിലാണ് നമ്മൾ വർക്ക് ചെയ്തേക്കുന്നത്. 2 ബ്രാഞ്ചസായിട്ടും ഫ്ലവേഴ്സും ലീവ്സും സ്റ്റെംസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. വൈറ്റ് കളർ ബീഡ്സും കട്ട് ബീഡ്സും വെച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്ന വൈറ്റ് കളർ ജോർജറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. SN ക്രിയേഷൻസ് ബൈ താഹി എന്ന പേരിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.